ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം നമ്മുടെ സൃഷ്ടാവുനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വയോടുകൂടി പരമാവധി തഖ്വയോടുകൂടി ജീവിക്കാൻ ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കുവാൻ, ഈമാനോടുകൂടി മരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാം. ജൂൺ 1-ാം തീയതി സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ അധ്യയന വർഷം, പ്രത്യേകിച്ച് സ്കൂൾ തലങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ ആരംഭിക്കുന്ന സന്ദർഭം. സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട്, നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഓർത്തുകൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെ ഓർമ്മകൾ ഉണ്ടാവുക എന്നതും ഓർത്തുകൊണ്ടിരിക്കുക എന്നതും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ആ അർത്ഥത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾക്കാണ് ഇപ്പോൾ ഈ ഇന്നത്തെ ഖുത്ബ ഉപയോഗപ്പെടുത്തുന്നത്. അറിവ് നേടുക എന്ന് പറയുന്നത്, വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത്, വിവരം കരസ്ഥമാക്കുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. നമ്മുടെ ദീൻ അതിനെന്ത് എത്രത്തോളം പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ നോക്കിയാൽ, ദീനിൽ അറിവ് സമ്പാദിക്കുന്നതിന്, നേടുന്നതിന്, പഠിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ്. ഖുർആൻ ധാരാളമായിട്ട് പഠിക്കാനും ചിന്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, ആദ്യമായി അവതരിച്ച ആയത്തേതാണ് ഇഖ്റ, വായിക്കുക. വായനയാണ് എല്ലാ പഠനത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് ഇന്നും നിൽക്കുന്നത്. അത് നിങ്ങൾ നെറ്റിൽ വായിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പുസ്തകത്തിൽ വായിച്ചോ മറ്റെന്ത് വായിച്ചോ എന്നതല്ല, അടിസ്ഥാനപരമായി വായന പഠനത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിൻ്റെ സൃഷ്ടാവായ നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ഖുർആനിലൊരു അധ്യായത്തിൻ്റെ പേര് തന്നെ പേന എന്നാണ്. പേന എന്ന് പറയുന്നത് അൽ ഖലം, സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, അങ്ങനെയാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. പേന കൊണ്ടുള്ള അഭ്യാസം മനുഷ്യനെ അല്ലാഹു തആല പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ വലിയൊരു ഔദാര്യമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലദീ അല്ലമ ബിൽ ഖലം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം, അത്യുദാരനാണ് നിന്റെ നാഥൻ. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ടുള്ള അഭ്യാസം, രേഖപ്പെടുത്താനുള്ള കഴിവ് അവനാണ് നിങ്ങൾക്ക് നൽകിയത്. മനുഷ്യന് മാത്രമേ ആ കഴിവുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യൻ പുരോഗതിപ്പെട്ടത്. ഇന്ന് നമുക്ക് കിട്ടിയ അറിവ് നാളത്തെ തലമുറക്ക് നമ്മൾ കൈമാറുന്നത് രേഖപ്പെടുത്തിയിട്ടാണ്.
കഴിഞ്ഞ തലമുറ അവരുടെ അറിവുകൾ നമുക്ക് നൽകിയത് രേഖപ്പെടുത്തിയിട്ടാണ്. ഇത് ഒരുപാട് കാലങ്ങൾ തലമുറകളിലൂടെ, ആയിരത്താണ്ട് വർഷങ്ങളിലൂടെ നടന്നു വന്നിട്ടുള്ളൊരു പ്രക്രിയ. ഇന്ന് മനുഷ്യൻ നേടിയിട്ടുള്ള പുരോഗതികളൊക്കെ ഇന്നലെ അവൻ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ അനേകായിരം വർഷങ്ങളിലൂടെ കടന്നു വന്നതാണ്. ഇതൊക്കെ എങ്ങനെയാണ് അടുത്ത തലമുറക്ക് കിട്ടുന്നത്? രേഖപ്പെടുത്തി വെക്കാൻ. ഇന്ന് നമ്മൾ പല രൂപത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഡിജിറ്റലായിട്ടൊക്കെ. അതിനു മുമ്പ് നമ്മൾ പേപ്പർ കണ്ടുപിടിച്ചപ്പോഴും മഷി കണ്ടുപിടിച്ചപ്പോഴും പേന കണ്ടുപിടിച്ചപ്പോഴൊക്കെ അത് വലിയ സംഭവമായി. അതിനു മുമ്പും ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കല്ലിലും എല്ലിലും തോലിലും ഒക്കെ കൊത്തി വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, താളിയോലകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് മനുഷ്യൻ മാത്രം ചെയ്തതാണ്. ജന്തു ജീവജാലങ്ങളിൽ വേറെ എവിടെയും ആരും ഒന്നും രേഖപ്പെടുത്തി വെക്കുന്ന പതിവ് അവർക്കില്ല. അവരങ്ങനെ എങ്ങനെയാണ്? അതുകൊണ്ട് ഇതാണ് അള്ളാഹു തആല മനുഷ്യനെ പ്രത്യേകമായി സൃഷ്ടിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തനായി ബോധപൂർവമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്ന് മനസ്സിലാക്കുവാൻ, മനുഷ്യന് സവിശേഷതയുണ്ടെന്നും അവനൊരു വെറും ജന്തുവല്ലെന്നും അവൻ അള്ളാഹുവിൻ്റെ ഖലീഫയും അബ്ദുമാണെന്നും മനസ്സിലാക്കാൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു തആല നമുക്ക് നൽകിയതിൽ ഒരു ദൃഷ്ടാന്തമാണിത്. അല്ലദീ അല്ലമ ബിൽ ഖലം. അക്രമാണ്. കരീം എന്ന് പറഞ്ഞാൽ ഉദാഹരണമാണ് കേട്ടോ. കരീം എന്ന് പറഞ്ഞാൽ ഉദാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അക്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂപ്പർലേറ്റീവ് എന്താ? ഏറ്റവും അത്യുദാരൻ, ഏറ്റവും വലിയ ഉദാരനായിട്ടുള്ള നാഥനാണ് റബ്ബ്. എന്താ ആ ഔദാര്യം നിങ്ങളോട് കാണിച്ച റബ്ബ് എന്താ കാണിച്ചെന്നറിയോ? അല്ലമ ബിൽ ഖലം. നിങ്ങളെ പേന കൊണ്ടുള്ള അഭ്യാസം പഠിപ്പിച്ചു. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതല്ലേ? ആദ്യമായിട്ട് അവതരിച്ച വാക്യങ്ങളാണ് ഇതെല്ലാം. ഇനി നമ്മൾ നോക്കിയാൽ വേറെയും കാണാൻ പറ്റും. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഒരു വലിയ ചോദ്യം ഖുർആൻ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഖുൽ, പ്രവാചകരെ പറയുക, അല്ലെങ്കിൽ ചോദിക്കുകയാണ് ഇവിടെ. ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുമോ? ആകുമോ? അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാവോ? ആവൂല. ഏതടിസ്ഥാനത്തിലെടുത്ത് നോക്കിയാൽ അറിവുള്ള മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ മികച്ചു നിൽക്കും, വേറിട്ട് നിൽക്കും. എല്ലാം കൊണ്ടും അവൻ സാംസ്കാരികമായി ഉയർന്നു നിൽക്കും, ധാർമ്മികമായി ഉയർന്നു നിൽക്കും, സ്വാഭാവികമായി സാമ്പത്തികമായി ഉയർന്നു നിൽക്കും. മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകും, അന്തസ്സുണ്ടാകും, അഭിമാനം ഉണ്ടാകും. എല്ലാം അവന് നേടിക്കൊടുത്തത് അവൻ പഠിച്ച അറിവാണ്. അത് പഠിക്കേണ്ട സമയത്ത് അത് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതം വേറെ. ഞങ്ങൾ കുട്ടികളോടൊക്കെ പറയാറില്ല, ഞാൻ പലപ്പോഴും കുട്ടികളെ എനിക്ക് കിട്ടിയാൽ ചെറിയ ക്ലാസ്സുകളിലോ മറ്റോ അല്ലെങ്കിൽ സ്കൂളിലോ മദ്രസയിലൊക്കെ പോകാനും കുട്ടികളോട് സംസാരിക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ അവരോട് പറയാറുണ്ട്, അനുഭവത്തിൽ നിന്ന്. ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കുറച്ചു കാലമായിട്ടുള്ളവരാണ്. നാട്ടിലും മറുനാട്ടിലുമൊക്കെ പല അവസ്ഥകളും മനുഷ്യൻ്റെ ജീവിതങ്ങളും കണ്ടിട്ടുള്ളവരാണ്. പല കമ്പനികളുണ്ട്, പല ഓഫീസുകളുണ്ട്. അവിടങ്ങളിലൊക്കെ മനുഷ്യർ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഒരു വലിയ ഓഫീസ്, എനിക്കറിയാവുന്ന ഉദാഹരണങ്ങളൊക്കെ വെച്ച് ഞാൻ പറയും. ആ വലിയ സെറ്റപ്പുള്ള ഓഫീസാണ്. ആ ഓഫീസിലേക്ക് നിങ്ങളിങ്ങനെ കയറി വന്ന് അതിലിങ്ങനെ അങ്ങേ അറ്റത്ത് അവിടേക്ക് നിങ്ങൾക്ക് നേരെ പോകാൻ പോലും പറ്റില്ല. നിങ്ങൾ അവിടെ അനുവാദം എടുത്തിട്ട് നിങ്ങൾക്ക് അടിച്ചെല്ലാൻ പാടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒരാളിരിക്കുന്നുണ്ട്. അതാരാണെന്നറിയോ? ഒന്നുകിൽ അതിൻ്റെ CEO ആണ്, അല്ലെങ്കിൽ അതിൻ്റെ MD ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മാനേജറാണ്. ഏറ്റവും ഉത്തരവാദപ്പെട്ട ആൾ. അയാളുടെ ജീവിത സൗകര്യങ്ങൾ, അയാൾ വാങ്ങുന്ന ശമ്പളം എത്രയാണെന്നറിയോ? നന്ന് ചുരുങ്ങിയത് നമ്മുടെ നാട്ടിലെ കുട്ടികളോട് ഞാൻ പറയുന്നത് നന്ന് ചുരുങ്ങിയത് നമ്മുടെ നാട്ടിൽ ഒരു 15 ലക്ഷം രൂപ മാസാന്തം അയാൾ ശമ്പളം വാങ്ങുന്നുണ്ട്. എനിക്കറിയുന്നൊരു കേസ് വെച്ച് ഞാൻ പറയാം. ആ ഓഫീസിൻ്റെ തന്നെ ഇങ്ങേ അറ്റത്ത് ഒരു കുടുങ്ങിയ മുറി, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളുടെ പണി എന്താണെന്നറിയോ? അയാളുടെ ശമ്പളം എന്താണെന്നറിയോ? അയാളുടെ പണി എന്താണെന്നറിയോ? അതാ അയാളുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ 8,000 രൂപ, അല്ലെങ്കിൽ 10,000 ഇന്ത്യൻ രൂപ, 12,000 ഇന്ത്യൻ രൂപ ഒക്കെയാണ്. അയാളുടെ പണി എന്താ? അയാളുടെ പണി എന്ന് പറയുന്നത് അവിടുത്തെ ടോയ്ലറ്റുകളൊക്കെ കഴുകണം, അയാളുടെ നിലമൊക്കെ വൃത്തിയാക്കണം. എന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടിച്ചെല്ലണം, ചായ കൊടുക്കണം, കാപ്പി കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. ഇതും ഒരാളാണ്, അതൊരാളാണ്. ഇതെന്താ ഈ വ്യത്യാസം? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ടോ? അയാൾക്ക് പറ്റിയില്ല. സാഹചര്യങ്ങളാവാൻ ചുറ്റും. എന്തായിരുന്നാലും ഫലത്തിൽ ഇയാൾ ഇവിടെ ഇരുത്തിയതും ഇയാളെ ഇങ്ങനെ ആക്കിയതും ആരാ? എന്താ? അത് അയാളുടെ കയ്യിലുള്ള അറിവും അയാളുടെ വിവരവും അയാളുടെ പാണ്ഡിത്യം. മറ്റേത് പഠിക്കേണ്ട സമയത്ത് ഉഴപ്പി നടന്നു ഒരുന്നുകിൽ, അല്ലെങ്കിൽ അതിന് സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ
പഠിക്കേണ്ട സമയത്ത് കുറച്ചു കാലം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചപ്പോൾ പിന്നെ ജീവിതകാലം മുഴുവൻ റിലാക്സ്. ആ പഠിക്കേണ്ട സമയത്ത് ഉഴപ്പി നമ്മുടെ കുട്ടികൾ നടന്നിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളെ കാര്യമാണ് പറയണത്, നമ്മുടെ നാട്ടിലെ, മറ്റുള്ളവിടുത്തെ കാര്യമല്ല. ആ സമയത്ത് കുട്ടികൾ റിലാക്സ് ചെയ്ത് നടന്നു. പിന്നെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാട്, ദുരിതം. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഇയാൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം എന്താ ഇങ്ങനെ, എന്താ രാത്രി ഉറങ്ങിയില്ല? ഇല്ല, ഒരു പാർട്ട് ടൈമിന് പോയി, നൈറ്റിൽ ഒരു പാർട്ട് ടൈം എടുക്കാൻ പോയി. കാരണം എന്താ വെച്ചാൽ ആ 4 കൊല്ലമായിട്ട് നാട്ടിൽ പോയിട്ടില്ല. നാട്ടിലെങ്ങനെയെങ്കിലും ഒന്ന് പോകണം, കിട്ടുന്നത് വീട്ടിൽ നിന്ന് നടക്കണം, ഇവിടെ നടക്കണം, ജീവിക്കണം. മനുഷ്യൻ എന്താ അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായി ഖുർആൻ ചോദിച്ചൊരു ചോദ്യമാണിത്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരല്ല. അപ്പോൾ പഠിക്കണം എന്ന്. അതാണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ നിങ്ങൾ ഭൗതികമായി മെച്ചപ്പെടും, മാത്രമല്ല ധാർമ്മികമായി മെച്ചപ്പെടും, സാംസ്കാരികമായി മെച്ചപ്പെടും. ഉത്തമ സ്വഭാവശീലങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഉടമയായിട്ട് നിങ്ങൾ മാറും. എന്താണെന്നറിയോ? നിങ്ങൾക്ക് വിവരമുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ അവനെ ശരിക്കും പേടിക്കുന്നവർ വിവരമുള്ളവരാണെന്ന്. ശരിക്കും അവനെ പേടിക്കുന്നവർ വിവരമുള്ളവരാണ്. അവരാണ് അല്ലാഹു തആല ഉയർത്തുക, അവരാണ് വളരുക. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസമുള്ളവരെയും അറിവുള്ളവരെയും ഉയർത്തും. ആ ഉയർച്ചയാണ് നമ്മളെ കാണുന്നത്. ഒരുപാട് അനുഭവങ്ങളും ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെക്കണം, മുഴങ്ങണം. ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? പഠിച്ചവനും പഠിക്കാത്തവനും തുല്യരാണോ എന്ന് ചോദ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങിയിട്ട് അത് നമ്മുടെ കുട്ടികളോട് നമ്മളിങ്ങനെ ചോദിക്കണം. കുട്ടികളോട് ചോദിക്കണം. പറ്റുവാണെങ്കിൽ വീടിൻ്റെ വാതിൽക്കൽ, വീട് കയറി ചെല്ലുന്നിടത്ത് അല്ലെങ്കിൽ കാണുന്നിടത്ത്, കുട്ടികൾക്ക് നമ്മൾ ഇടപഴകുന്നിടത്ത് എഴുതി വെക്കൂ വിശുദ്ധ ഖുർആനിലെ ഈ വാക്യം. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. പക്ഷെ ഇത് മൂള വേണം മനസ്സിലാക്കാൻ. അല്ലാഹു തആല പറയാം, ഇതുണ്ടെങ്കിൽ ഇത് മനസ്സിലാവുന്നു. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം? അറിവ്, ഇൽമ് എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത്, ഒരാൾ അറിവ് തേടി സഞ്ചരിക്കുന്നുവെങ്കിൽ, അറിവിന്റെ മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. അവിടെയും പറഞ്ഞിട്ടുള്ളത് ഇൽമ് എന്നാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അറബ് നാട്ടിലൊക്കെ സഞ്ചരിച്ച ആളുകളോട് ചോദിച്ചു നോക്കൂ, അവിടെ ജീവിച്ചവരോട് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ ആ നാട്ടുകാരൊക്കെ എപ്പോഴും നമ്മുടെ ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്കൂ, ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? കുല്ലിയത്തുൽ ഇൽമിയ്യ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇജാസുൽ ഇൽമി ഫിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? സയൻസ് കോളേജ് എന്ന് എങ്ങനെയാണ് അറബിയിൽ പറയുന്നത്? ഇൽമ് എന്ന് പറഞ്ഞാൽ അറബിയിൽ സയൻസ് എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതോ? നമ്മൾ പഠിച്ചിട്ടുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ കുറച്ച് അറബീൻ്റെ ഗ്രാമർ പഠിക്കാം, കുറച്ച് ഫിഖിന്റെ മസാലകളും പഠിച്ചാൽ ഇൽമ പൂർത്തിയായി. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വഴിതെറ്റലാണ് യഥാർത്ഥത്തിൽ ഈ ഉമ്മത്ത് പിന്നോക്ക സമുദായം. നമ്മൾ പിന്നോക്ക സമുദായം അല്ലല്ലോ, ആയിരുന്നില്ലല്ലോ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ, ഉത്തമ സമൂഹം ആയിരുന്നല്ലോ. ഒന്നും അറിയാത്ത, അക്ഷരം പോലും എഴുതാനും വായിക്കാനോ അറിയാത്ത ഒരു സമൂഹത്തെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചെടുത്തു. വല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻകും ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. പഠിപ്പിച്ചെടുത്തു, എന്നിട്ട് സംസ്കരിച്ചു, ശുദ്ധീകരിച്ചു. എന്തൊക്കെ പഠിപ്പിച്ചു? കിതാബ് പഠിപ്പിച്ചു, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു മനുഷ്യന് ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. അപ്പൊ ഇൽമെന്ന് പറഞ്ഞാൽ അപ്പൊ പഠിക്കണം. വിദ്യ വിശ്വാസിയുടെ വീണുപോയ മുത്താണെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ ഒരു മനോഹരമായ ഹദീസാണ്. അറിവ് വിശ്വാസിയുടെ വീണുപോയൊരു മുത്ത്, കയ്യിൽ നിന്ന് വിലപ്പെട്ട ഒരു മുത്ത് വീണുപോയിട്ടുണ്ട്, വില പിടിക്കുന്ന അല്ലെങ്കിൽ വില മതിക്കാനാവാത്ത മുത്ത്. അതിങ്ങനെ അന്വേഷിച്ചുകൊള്ളുന്ന ആളെ മനസ്സിൽ തന്നെ അത് നമ്മുടെ കണ്ണിൽ ഇങ്ങോട്ട് കണ്ടാൽ നമ്മളത് ഇങ്ങോട്ട് എടുക്കൂലേ? അറിവ് എവിടെ കണ്ടാലും അത് എടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ കണ്ടാലും അത് പെറുക്കിയെടുക്കണം.
ബദർ യുദ്ധത്തിൽ കുറച്ച് ആളുകളെ ശത്രു വിഭാഗത്തിൽപ്പെട്ട ഖുറൈശികളിൽപ്പെട്ട ആളുകളെ തടവുകാരായിട്ട് പിടിച്ചു. അവരെ വിമോചിപ്പിക്കണം. പലരും പറഞ്ഞു അവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ടോ അല്ലോ ഒക്കെ അതൊന്നും വേണ്ട, അവരിൽ എഴുത്തും വായന അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കട്ടെ, കുറച്ച് കുട്ടികൾക്ക്. അതാണ് അവർക്കുള്ള വിടുതിക്കുള്ള, അവരെ വിമോചിപ്പിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിൽ തടവുകാരായി പിടിച്ചവരിൽ എഴുത്തും വായനയുള്ളവർ നമ്മുടെ കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചാൽ അവരെ വിടാൻ നോക്കി. എവിടെ അള്ളാഹുവിൻ്റെ റസൂൽ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് പഠിപ്പിക്കുന്നത്? വയ്യൊല്ലിമുക്കുമ്മിൽ കിതാബ് വലയിക്കുന്നത്. അങ്ങനെ പഠിച്ചപ്പോൾ ഒന്നുമല്ലാത്ത അറബികൾ 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം കൊണ്ട് അവർ ലോകത്തിൻ്റെ ഗതി മാറ്റി, ചരിത്രം വഴിമാറി. പിൽക്കാലത്ത് പിന്നെ ഒരു കാലം ഒരു സഞ്ചാരമായിരുന്നു, ഒരോട്ടം, ഒരു പ്രയാണമായിരുന്നു ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും. അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ മുഴുവൻ കേന്ദ്രങ്ങളും കൈയടക്കിയിട്ട് അവസാനം യൂറോപ്പ് പോലെ ഉറങ്ങിക്കിടക്കായിരുന്നു. യൂറോപ്പിൻ്റെ നവോത്ഥാനം നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നവോത്ഥാനം നമ്മൾ 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പ്, 15-ാം നൂറ്റാണ്ട് മുതലാണോ മനുഷ്യൻ്റെ ചരിത്രം ആരംഭിച്ചത്? അല്ലല്ലോ. 15-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. പാശ്ചാത്യ നാഗരികതയുടെ ചരിത്രം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഡിഗ്രിക്ക് ഹ്യൂമാനിറ്റീസൊക്കെ എടുത്തിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികൾ അത് പഠിക്കുന്ന അതിലൊരു അധ്യായമുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ അധ്യായം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? യൂറോപ്പിൻ്റെ പുരോഗതിയിൽ, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, അറബികളുടെ സംഭാവന. ഒരു അധ്യായം പഠിക്കണം. അറബികൾ എന്നേ പറഞ്ഞുള്ളൂ. ആ അറബികൾ ആരായിരുന്നു? അത് മുസ്ലിങ്ങളായിരുന്നു. അപ്പൊ ലോകത്തെ തന്നെ ഗതി തന്നെ മാറ്റിമറിക്കുമാറി. എത്രമാത്രം വലിയ പണ്ഡിതന്മാര്, ചിന്തകന്മാര്, ശാസ്ത്രജ്ഞന്മാര്, വൈദ്യശാസ്ത്രജ്ഞന്മാര്, ഇബ്നു സീന അതുപോലുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. അങ്ങനെയാണല്ലോ മാറ്റിയത്. അങ്ങനെ മാറി വന്ന അപ്പോഴാണ് ഖൈറുമ്മത്തായിരുന്നു. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്. ഇന്ന് പിന്നെ നമ്മൾ എവിടുന്നാണ് ഈ വഴി തെറ്റിപ്പോയത്? ഇൽമെന്ന് പറഞ്ഞാൽ കേവലമായ അറബി വ്യാകരണം പഠിക്കലും ഫിഖ്ഹിന്റെ മസാലകൾ പഠിക്കലും മാത്രമാണെന്നും മറ്റുള്ളതൊന്നും നമുക്കുള്ളതല്ലെന്നും അത് നമുക്ക് ആവശ്യമില്ലെന്നും ചിന്തിച്ച് എവിടെ നിന്നും നമ്മൾ വഴി തെറ്റി തുടങ്ങി. ഇന്ന് അത് നമ്മുടെ അധോഗതിയുടെ കാരണമായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഇപ്പം എന്താണെന്നറിയാം, നമ്മൾ വിറക് വെട്ടികളും വെള്ളം കോരികളും നമ്മളെ കളിയാക്കിയിട്ടുണ്ട് വലിയൊരാള്. ചെരുപ്പ് കുത്തികളെന്ന് കളിയാക്കി. ഇപ്പം അടുത്ത ദിവസങ്ങളിൽ ആളാരെന്നൊന്നും ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. ഏറ്റവും വലിയൊരാൾ ഇന്ത്യയിലെ ചെരുപ്പ് കുത്തികളായിട്ട് എങ്ങനെയാണ് ഈ സമൂഹം മാറിയത്, ഈ ഉമ്മത്ത് മാറിയത്? വേദനാജനകമായ അവസ്ഥയല്ലേ? അതാണ് ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? അല്ല. അതാണ് നമ്മൾ ഇന്ന് ചെരുപ്പ് കുത്തികളാണ്. എല്ലാവരും കളിയാക്കപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന ചെരുപ്പ് കുത്തികളാണ്. അപ്പോൾ ഈ അവസ്ഥ നമുക്ക് മാറ്റണം. നമ്മുടെ പ്രതാപത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. വഴി എന്ത്? പഠിപ്പിക്കുക. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഒരു വാചകം ഇങ്ങനെയാണ്: ഈ ഉമ്മത്തിൻ്റെ ആദ്യം എങ്ങനെ നന്നായോ അതുപോലെ മാത്രമേ ഈ ഉമ്മത്തിൻ്റെ അന്ത്യം നന്നാവുകയുള്ളൂ. അങ്ങനെയേ ഉമ്മത്തിൻ്റെ അന്ത്യവും നന്നാവുകയുള്ളൂ. ആദ്യം നന്നായത് എങ്ങനെയാണെന്ന് പറയും, ഇങ്ങനെയാണ് നന്നായത്. ഞാൻ പറഞ്ഞില്ല, അതുപോലെ നമുക്ക് നമ്മുടെ അന്ത്യവും അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടവും നന്നാവണമെങ്കിൽ ആ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അറിവിൻ്റെ, വിവരത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ. അപ്പം പരമാവധി പഠിക്കണം. അപ്പം പഠിച്ചിട്ട് എനിക്ക് പൈസേൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് 4 തലമുറ തിന്നെ എൻ്റെ വാപ്പ ഉണ്ടാക്കിക്കണ പണം അറിവിന് തുല്യമല്ല. അൽ ഇൽമു നൂറുൻ അറബിയിലെ പ്രയോഗമാണ്. അറിവ് എന്ന് പറഞ്ഞാൽ അത് പ്രകാശമാണ്. പണം പ്രകാശിക്കൂല. നോളജ് ഈസ് പവർ, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ശക്തി വിവരമാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം മലയാളത്തിലുണ്ട്. എത്ര മുതലിനേക്കാളും വലിയ മുതൽ വിദ്യയും വിവരവുമാണ്. എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മൾ പ്രിയമുള്ളവരെ, ഇത് ഈ ഒരു സന്ദർഭം നമ്മൾ ഓർമ്മപ്പെടുത്താനുമുള്ള സന്ദർഭം നമ്മുടെ കുട്ടികളെ. ഇതൊന്നും കഥയില്ലാതെ, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കഥയില്ലാതെ നടക്കും നമ്മുടെ മക്കൾ. അവരെ പറഞ്ഞ് പഠിപ്പിച്ച് പരമാവധി ഉയർന്നു വളർന്നു വരാൻ, വ്യക്തിപരമായി ഉയരാൻ, ഉമ്മത്ത് എന്ന നിലക്ക് ഉയരാൻ, നമ്മുടെ കുടുംബവും നമ്മുടെ അന്തസ്സും ഉയരാൻ, നമ്മുടെ ധാർമ്മികതയും സദാചാരവും ഒക്കെ ഉയരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പഠിച്ചു ഉയർന്ന് വളർന്ന് വലിയ ആളുകളാവണം. എല്ലാവരും വലിയ ആളുകളാണ്. പക്ഷേ വലിയ ആളുകളാവുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. വലിയവരെന്നതിൻ്റെയോടൊപ്പം നല്ലവരും കൂടി ആവണം നമുക്ക്.
വലിയ ഡോക്ടർ ആവണം നമ്മൾ കുട്ടികളോട് പറയും. അപ്പം തന്നെ പറഞ്ഞു കൊടുക്കണം, അതും എൽമിൻ്റെ ഭാഗമാണ്. അതെന്താണെന്നറിയോ? നല്ല ഡോക്ടറായിരിക്കണം. വെറും വലിയ ഡോക്ടർ, നല്ലതല്ലാത്ത വലിയ ഡോക്ടറാണെങ്കിൽ നിങ്ങളെ ആവശ്യമില്ലാതെ ICU കയറ്റും. മരിച്ചിട്ടും 2 ദിവസം നിങ്ങളെ വെന്റിലേറ്ററിൽ വെക്കും. എന്നിട്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് ഹോസ്പിറ്റൽ മുതലാളിയുമായിട്ട് കമ്മീഷൻ പറ്റിയിട്ട് ഡീലാക്കും. നല്ല ഡോക്ടറാണെങ്കിൽ ക്ലിനിക്കിൻ്റെ മുമ്പിൽ എഴുതി വെക്കും, ആഴ്ചയിൽ 1 ദിവസം ഇവിടെ സൗജന്യ സേവനമാണ്, പാവങ്ങൾക്ക് കടന്നു വരാം. അപ്പോൾ വലിയ ഡോക്ടർ മാത്രമല്ല, നല്ല ഡോക്ടർ ആവണമെങ്കിൽ ധർമ്മത്തിൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനം അതിലുണ്ടാകണം. അതാണ് ദീന് എന്ന് നമ്മൾ പഠിപ്പിക്കണം. അതും കൂടെ പഠിപ്പിക്കണം. വലിയ എഞ്ചിനീയർ മാത്രമായാലും എന്ത് സംഭവിക്കും? ഇപ്പോഴത്തെ ചർച്ച എന്താ നമ്മളെ പാലത്തിന് പറ്റി, ആ റോഡിന് പറ്റിയ. ഒരു സാധാരണ മനുഷ്യനൊരു ബ്ലോഗ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒറ്റക്കട്ടയിൽ ഇത്രയും കെട്ടിപ്പൊക്കാവോ ഈ പാടത്ത് നിന്ന്. ഒരു സാധാരണ മനുഷ്യൻ അത്രയെങ്കിലും ഒരു എഞ്ചിനീയർ, അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത എഞ്ചിനീയർ ഉണ്ടാവില്ലേ? ഇട്ട കല്ലിന് 60%, 40% ഓഹരി വെച്ച് ഇടാത്ത കല്ലിന് 80%, 20% ഓഹരി വെക്കുന്ന എഞ്ചിനീയർമാരുണ്ടാവും, വലിയ എഞ്ചിനീയർമാരാണ്. പക്ഷെ നമുക്കൊരു നല്ല എഞ്ചിനീയർ വേണം, വലുതോടൊപ്പം നല്ലത് വേണം. വലിയ വക്കീലുമാരും നമ്മൾ പറയും, വലിയ വക്കീലാകുമ്പോൾ ആളെ ഊരിക്കൊണ്ടുപോകും. ആളൂരാണെന്നൊക്കെ പറയല്ലേ? ആളൂരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കൊടും ക്രിമിനലിനെയും വാദിച്ച് തെളിവുകൾ ഉണ്ടാക്കി പടച്ച് കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്തും. നല്ല വക്കീൽ അത് ചെയ്യില്ല. നല്ല ബിസിനസ്സുകാരനായിരിക്കണം എന്ന് പറയണം. വലിയ ബിസിനസ്സുകാരനാവണം, നല്ല ബിസിനസ്സുകാരനാവണം. നല്ല ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? കൃത്രിമൊന്നും കാണിക്കൂല, കുറച്ചതിൽ നിന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് കൊടുക്കും. നല്ല ടീച്ചറാവണം, വലിയ ടീച്ചർമാർ. ഇത് കുട്ടികളെ നമ്മൾ കുഞ്ഞുനാളിലെ നമ്മളെ മക്കൾക്ക് കൊടുക്കണം. ഇത് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന് ധാർമ്മിക വിദ്യാഭ്യാസം എന്നാണ് പറയുക. അതിനാണ് നമ്മൾ ദീൻ പഠിപ്പിക്കുന്നത്, അതിനാണ് നമ്മുടെ മദ്രസ. അപ്പൊ ഇതിന്റെ കൂടെ എങ്ങനെയാണെന്നറിയോ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. ഏത് പഠനവും നിന്റെ നാഥന്റെ നാമത്തിലായിരിക്കണം, ആ ബോധത്തിൽ നിന്നായിരിക്കണം. അതില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമല്ല. വലിയ ഡോക്ടറായി, പക്ഷെ ഉമ്മ ആരാണെന്ന് ഡോക്ടർക്ക് പഠിച്ചിട്ടില്ല. അല്ലെ വലിയ എഞ്ചിനീയർ ആയത് ഇത് മാത്രമാണെന്നല്ല കേട്ടോ. വലിയ ആളായി, പക്ഷേ എത്ര വലിയ ആളാണെങ്കിലും തൻ്റെ ഉമ്മ ആരാണെന്ന്, ഉമ്മാനോടുള്ള കടമ എന്താണെന്ന്, വാപ്പ ആരാണെന്ന്, വാപ്പാനോടുള്ള കടമ എന്താണെന്നും, അയൽവാസി ആരാണെന്നും, ബന്ധു ആരാണെന്നും, കുടുംബം ആരാണെന്നും, കഷ്ടപ്പെടുന്നതിൻ്റെ വേദന എന്താണ്, അതിൻ്റെ സഹായിക്കുന്ന പ്രാധാന്യം എന്താണെന്നൊക്കെ അറിയണം. അതിൻ്റെ അപ്പുറത്ത് ഞാൻ ആരാണെന്നും, എൻ്റെ റബ്ബ് ആരാണെന്നും, എൻ്റെ കടമ എന്താണെന്നും അറിയണം. അല്ലേ? ആ അറിവ് കൂടി ഉണ്ടാകുമ്പോഴാണ് അറിവ് പൂർണ്ണമാകുന്ന. പ്രിയപ്പെട്ടവരെ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവുള്ളവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പോയിന്റ്, ഇതാണ് നമ്മുടെ ചിന്ത. ഈ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത്, ഈ സമയത്തുള്ള ചിന്ത എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ചിന്ത ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് ആ അറിവിലൂടെ ഉണ്ടാകുന്ന ആ പുരോഗതിക്ക് വേണ്ടി, എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടി, ദുനിയാവും ആഖിറവും നമുക്കുള്ള റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ദുനിയാവിലും വേണം, പരലോകത്തും വേണം. രണ്ടിനും ആവശ്യമായ അറിവാണ്. ദീനിൽ അതിന് വിഭജനമൊന്നുമില്ല. അത് നമുക്ക് പരമാവധി നമുക്ക് പറ്റാത്തത്, നമുക്കൊന്നും പറ്റിയില്ല അല്ലേ? നമുക്ക് പലർക്കും പറ്റിയില്ല. പറ്റാത്തത് നമ്മുടെ മക്കൾക്ക് പറ്റണം, അടുത്ത തലമുറക്ക് പറ്റണം. അതിനാവശ്യമായ ഒറ്റക്കുള്ള ശ്രമങ്ങളും കൂട്ടായ ശ്രമങ്ങളും നമ്മൾ നടത്തണം. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്ന ദിവസങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട, ദീനിൽ വളരെ പ്രാധാന്യമുള്ള 10 ദിവസങ്ങൾ, ആ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് ഖുർആൻ പറഞ്ഞു, സത്യം ചെയ്തു പറഞ്ഞ 10 രാവുകൾ എന്ന് പറഞ്ഞ ആ 10 ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ കൂടുതൽ, നമുക്ക് സുന്നത്തുകൾ കൂടുതലായിട്ട് എടുക്കാൻ പറ്റുന്നത്
പ്രത്യേകിച്ച് ദിക്റുകളും ദുആകളും. ഒരു ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, ഈ ദിനങ്ങളിൽ ഞങ്ങൾ എന്താണ് കൂടുതലായിട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അതുപോലെയുള്ള ദിക്റുകൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവാണ്. ആ ഓർമ്മ നമുക്കുണ്ടാവണം. ശനിയാഴ്ച നമുക്ക് പെരുന്നാളാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് നോമ്പാണ്, അറഫ നോമ്പ്. ഇത് ഫിഖ്ഹിൻ്റെ ഇപ്പം ഈ ഇവിടെ നിന്നിട്ടത് പറയാനുള്ള നേരം നമുക്കങ്ങനെ ഇല്ല. എന്ത് ഫിഖ്ഹിൽ ആജിമാർ അറഫയിൽ നിൽക്കുമ്പോഴാണോ നോമ്പ് നോൽക്കേണ്ടത്, അതോ നമുക്ക് ദുൽഹജ്ജ് 9-നാണോ നോമ്പ് നോൽക്കേണ്ടത് എന്നുള്ള തീരുമാനം നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. കാരണം ഒരു തരത്തിൽ തീരുമാനമുണ്ട്, പക്ഷെ ചിലർക്ക് ആ തീരുമാനം ബോധ്യമല്ല. അപ്പോൾ ബോധ്യമല്ലാത്തവർ വേറെ രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഞാനതിലൊരു തീരുമാനം പറയാൻ, വലിയ പണ്ഡിതന്മാർ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളെ തീരുമാനം അങ്ങനെ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ അതിലൊരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് യൗമ അറഫ അല്ലേ, നോമ്പെടുക്കാൻ, അറഫ ദിവസം നോമ്പെടുക്കാൻ. അപ്പോൾ ദുൽഹജ്ജ് 9-നാണ് അറഫ, അപ്പോൾ ദുൽഹജ്ജ് 9-ന് നോമ്പെടുക്കാം. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, അറഫയിൽ തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ നോമ്പെടുക്കണം, അറഫയിൽ നിൽക്കുമ്പോൾ തന്നെ നോമ്പെടുക്കാൻ. അപ്പോൾ അതിന് മറുവാദം പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ആജിമാർ അറഫയിൽ നിൽക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ ചില ഭാഗത്ത് നട്ടപ്പാതിരി, അപ്പോൾ അവർ രാത്രിയാണോ നോമ്പെടുക്കണം? അതേ സമയം നോമ്പെടുക്കേണ്ടവർ രാത്രി നോമ്പെടുക്കണ്ടേ? അവിടെ നിസ്കരിക്കുന്ന അതേ സമയത്ത് അവിടെ ഇശാ നിസ്കരിക്കുമ്പോൾ നമ്മളിവിടെ മഗ്‌രിബല്ലേ നിസ്കരിക്കണം, അല്ലെങ്കിൽ അസ്റല്ലേ നിസ്കരിക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ, ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ ദുൽഹജ്ജ് 9-ന് നമ്മൾ നോമ്പെടുക്കുക. ദുൽഹജ്ജ് 9 അറഫ ദിവസം നോമ്പെടുക്കൽ പ്രബലമായ സുന്നത്താണ്. കഴിഞ്ഞു പോയതും ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ എന്നാണ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പ് മുഹറം 10-ന്റെ നോമ്പാണ്. അത് കഴിഞ്ഞാൽ സൗമു യൗമി അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ ദിവസം നോമ്പെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതാണ് പറയാനുള്ളൊരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദിവസമായിട്ട് തോരാത്ത മഴയാണ്, തോരാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ നമ്മുടെ പിടിയിലേ അല്ല, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ കരയിൽ കയറിയിരിക്കുക, നമ്മുടെ കൺട്രോളിലല്ലത്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂന അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഖുർആനിലൊരു ആയത്തുണ്ട്, നിങ്ങൾ കുടിക്കുന്ന വെള്ളമില്ലേ, മേഘവാളികളിൽ നിന്ന് അത് മഴയായി നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരുന്നത് നിങ്ങളാണോ അതോ നാമാണോ? അല്ലാഹു തആല ചോദിച്ചു. നമ്മൾ മഴയെക്കുറിച്ച് പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കും, സമുദ്രത്തിൽ നിന്ന് നീരാവി ഉയർന്ന് അത് ഘനീഭവിച്ച് അത് കാറ്റടിച്ച് പർവ്വതങ്ങളിലും തട്ടി തണുത്ത് മഴയായിട്ട് പെയ്യും. ഇത് ഇപ്പോൾ സൂര്യനെ ദിവസങ്ങളെ കണ്ടിട്ടേ ദിവസങ്ങളായി. എവിടുന്ന്, ഏത് സമുദ്രത്തിൽ നിന്നാണ് ഈ നീരാവി ഉയരുന്നത്, എങ്ങനെയാണ് ഇത് ഘനീഭവിച്ച് കാറ്റടിച്ച്, ഇതൊക്കെ നമ്മളങ്ങനെ ഒരു അതാണ് അതിൻ്റെ ഒരു രീതി, ഒരു സൈക്ലിംഗ് ഉണ്ട്. മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നൊരു ഇതുണ്ട്, അതൊക്കെ നമ്മൾ ശരിയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിലല്ല, ഇതിനപ്പുറത്തൊരു കൺട്രോളുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചവനെ നീ തരുന്ന നന്മകളിൽ ഞങ്ങളെ പ്രയാസങ്ങളില്ലാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാൻ. മഴ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതാ, തന്നില്ലെങ്കിൽ പെയ്യാൻ നമുക്ക് പറ്റൊന്നുമില്ല. ആരോ എവിടെയോ കൊണ്ടുപോയി എന്തോ വിതറിയ 4 തുള്ളി വീഴ്ത്തിയെന്നൊന്നും പറഞ്ഞാൽ അതൊന്നും മഴയല്ല, അതെന്തോ വേറെ പരിപാടി. തന്നില്ലെങ്കിൽ വാങ്ങാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു തആല വർഷിപ്പിച്ചു നമുക്ക് പിടിച്ചു വെക്കാനും കഴിയില്ല. നാഥനാണ് ശക്തി, തമ്പുരാനാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ മഴ ഇങ്ങനെ കടുത്ത മഴ പെയ്തപ്പോൾ അള്ളാഹുവേ ഹവാലൈന വലാ അലൈന, ഞങ്ങൾക്ക് ചുറ്റും ഇതൊരു അനുഗ്രഹമായിട്ട് പെയ്ത് ഞങ്ങളുടെ മേലിതൊരു പ്രയാസമായിട്ട് ഭവിക്കരുതേ പടച്ചവനെ എന്ന് പ്രാർത്ഥിച്ചു. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. അല്ലാഹുവേ മഴ നമുക്ക് ചുറ്റും അനുഗ്രഹമായി വർഷിക്കട്ടെ, അതിൻ്റെ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ, ഒരുപാട് വീടുകളൊക്കെ, കുടുംബങ്ങളൊക്കെ പേടിച്ച് മലയോരങ്ങളിൽ താമസിക്കുന്നവരും മറ്റിടങ്ങളിലൊക്കെ ഭയപ്പെട്ടിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നാഥ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ, ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാനെ, ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ. നീ തരുന്ന അനുഗ്രഹങ്ങളിൽ ഞങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ രോഗികൾക്ക് ആശ്വാസം നൽകണേ നാഥ, ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഇരുലോകത്തും ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ, ഞങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യണേ തമ്പുരാൻ.
ഈമാനും തഖ്വയും പ്രദാനം ചെയ്യണേ തമ്പുരാൻ. അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ത്വയ്യിബ ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. السلام.